കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ഒരു യോഗം നടക്കുകയുണ്ടായി. സെന്റർ ഫോർ പീസിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത വ്യക്തികൾ ഇന്ത്യയിൽ നിന്നുള്ള മുൻ ഉപരാഷ്ട്രപതി, മുൻ മന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ, നയതന്ത്ര പ്രതിനിധികൾ, പാകിസ്ഥാനിൽ നിന്നുള്ള അവിടുത്തെ മുൻ വിദേശകാര്യമന്ത്രി, മുൻ നയതന്ത്രജ്ഞർ, ഒപ്പം തന്നെ അവിടെയുള്ള പ്രമുഖർ എന്നിവരെല്ലാം ചേർന്നൊരു യോഗമായിരുന്നു നടന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ളവർ വെർച്വലായിട്ടാണ് പങ്കെടുത്തത്. ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തവരാകട്ടെ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തു. ഏതായാലും മണിശങ്കർ അയ്യരും ഫറൂഖ് അബ്ദുള്ളയും മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയും അടക്കം പങ്കെടുത്ത യോഗത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം ഇന്ത്യയും പാകിസ്ഥാനും എത്രയും പെട്ടെന്ന് ചർച്ച നടത്തണമെന്നും പാകിസ്ഥാനിലെ നില പരിതാപകരമാണെന്നും ചർച്ചയിലൂടെ അവർക്കൊരു പരിഹാരം, അതായത് ചർച്ചയിലൂടെ സമാധാനത്തിനോടൊപ്പം തന്നെ അവർക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു പരിഹാരവും കൂടി ഉണ്ടാകണമെന്നും പറയുന്നു. കാരണം ഇപ്പോൾ ഇരുവിഭാഗങ്ങൾക്കിടയിലും വലിയ വെറുപ്പാണ്, ശത്രുതയാണ്. അതുകൊണ്ട് തന്നെ അയൽക്കാർ ഒന്നിക്കേണ്ട സമയമായിരിക്കും. ഏതായാലും ഇരു രാജ്യങ്ങളും ഇനി ഒന്നാകാനുള്ള സാധ്യതയില്ല എന്നവർ പറയുന്നുണ്ട്. ഏതായാലും മാറുന്ന സാഹചര്യത്തിൽ ദക്ഷിണേഷ്യ ഒരു നിർണായകമായ റോളിലേക്ക് പോകുന്നു. അവിടെ ഈ പകയും വിദ്വേഷവും വെച്ചു പുലർത്തി സമാധാനത്തിന് ഭംഗം വരുത്തരുത് എന്ന കൂടി ആഹ്വാനം ചെയ്യുന്നു. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറേ കാലമായി പാകിസ്ഥാനിലെ ഇടത്തരം വ്യാപാരികളും മറ്റും ഇന്ത്യയുമായി ചർച്ച നടത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് പാക് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പാക് സർക്കാരിൻ്റെ വാറോലകളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നേതാക്കന്മാരാണ് ഈ മണിശങ്കർ അയ്യരും ഫറൂഖ് അബ്ദുള്ളയും ഒക്കെ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇപ്പോഴത്തെ ഭരണത്തെ കൊട്ടാൻ മടിക്കാത്ത നമ്മുടെ മുൻ ഉപരാഷ്ട്രപതിയും അടക്കം ഉണ്ട് ഇതിനകത്ത്. ഏതായാലും അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയുമായി ഒരു ചർച്ച നടത്തണം, ഇല്ലെങ്കിൽ നടക്കണം, നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിൽ സ്നേഹത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് മുൻപോട്ടെത്തുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ചർച്ച നടക്കുക. ഈ ആവശ്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ 2 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച നടത്തണം, വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന്. ഇന്ത്യ പറഞ്ഞ ഒറ്റ മറുപടിയേ ഉള്ളൂ, 2019 ഈ വ്യാപാരം നിർത്തിവെച്ചത് നിങ്ങളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ചർച്ചയ്ക്ക് തുടക്കമിടൂ എന്ന് തന്നെയാണ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.